പായസം നല്ല ഹെൽത്തിയാണ്, നല്ല സൂപ്പർ ടേസ്റ്റ് ആണ്. സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു പായസമാണ്. ഇത് നിങ്ങളൊക്കെ ട്രൈ ചെയ്യണമെന്ന് നിങ്ങൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഹെൽത്തി ആയിട്ടുള്ള വെറൈറ്റി പായസമായിട്ടാണ്. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന കേട്ടോ ഈ റെസിപ്പി. നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ആൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. പാനിലേക്ക് 1.5 കപ്പ് ഓട്സ് ഇട്ട് കൊടുക്കാം. ഇനി സ്റ്റൗ ഓണാക്കാം. ലോ ഫ്ലെയിമിലിട്ട് ഈ ഓട്സ് ഒന്ന് വറുത്തെടുക്കാം. ഇത് നിർത്താതെ ഇളക്കി കൊടുക്കുക. തീ കുറച്ച് വെച്ചിട്ടാട്ടോ ഇളക്കി കൊടുക്കേണ്ടത്, ഇല്ലെങ്കിൽ ഇതിൻ്റെ അടി കരിയും. ഓട്സ് കടന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഓട്സ് വേവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഞാൻ 1.5 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട. ഇതിലേക്ക് ഇനി പാലും കൂടി ഒഴിക്കാനുണ്ട്. പാൽ ഒഴിച്ചിട്ട് കട്ടി കൂടുതലാണെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ഹൈ ഫ്ലെയിമിലാട്ടോ ഞാനിപ്പോൾ ഇട്ടിട്ടുള്ളത്. ഇത് തിളച്ച് വന്നതിന് ശേഷം തീ ലോ ഫ്ലെയിമിലാക്കാം. ഇത് നിർത്താതെ ഇളക്കി കൊടുക്കുക, ഇല്ലെങ്കിൽ ഇത് അടിക്ക് പിടിക്കും. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പാലൊഴിച്ചു കൊടുക്കാം. 1.5 കപ്പ് പാലാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. പാലൊഴിച്ചതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കുക. ഞാനിപ്പോൾ ഹൈ ഫ്ലെയിമിലാട്ടിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് മിൽക്ക് മെയ്ഡാണ്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് എടുത്തിട്ടുണ്ട്. നിങ്ങളടുത്ത് മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിൽ നിങ്ങൾ ഇട്ട് കൊടുക്കണ്ട. എൻ്റെ അടുത്തുള്ള കാരണം ഞാൻ ഇട്ട് കൊടുത്തതാ. മിൽക്ക് മെയ്ഡ് ഇട്ട് കൊടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്, അതുകൊണ്ടാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. മിൽക്ക് മെയ്ഡ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. ഈ മിൽക്ക് മെയ്ഡ് ഞങ്ങളിവിടെ ഉണ്ടാക്കിയതാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ മുമ്പേ അപ്ലോഡ് ചെയ്തതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. പാലും ഓട്സും നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഈ പഞ്ചസാര നന്നായി ഇളക്കി കൊടുക്കുക. മിൽക്ക് മെയ്ഡ് ഇട്ട് കൊടുത്തുകൊണ്ടാണ് പഞ്ചസാര കുറച്ചിട്ട് കൊടുത്തത്. നിങ്ങൾ മിൽക്ക് മെയ്ഡ് ഇടുന്നില്ലെങ്കിൽ പഞ്ചസാരയുടെ അളവ് കൂട്ടണം. പഞ്ചസാര നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 4 ഏലക്കായി ചതച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. പായസം നന്നായി തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. സ്റ്റൗവിലേക്ക് വേറൊരു പാൻ വെക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കുക. അണ്ടിപ്പരിപ്പ് ഒന്ന് വഴറ്റിയെടുക്കുക. അണ്ടിപ്പരിപ്പ് ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റിയെടുക്കുക. ഇതിപ്പോൾ ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം. ഇനി ഈ മുന്തിരിയും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. മുന്തിരി വളർന്നു വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. പായസം ചൂടാറിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഓട്സ് പായസം കൂടെ റെഡി ആയിട്ടുണ്ട്. ഈ ഓട്സ് പായസം നല്ല ഹെൽത്തിയാണ്, നല്ല സൂപ്പർ ടേസ്റ്റാണ്. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു പായസമാണ്. ഇത് നിങ്ങളൊക്കെ ട്രൈ ചെയ്യണമെന്ന് നിങ്ങൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. ഈ പായസം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത കിടിലൻ വീഡിയോയുമായി കാണാം. എല്ലാവരും ബൈ ബൈ.